രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ തന്നെ ശക്തമാകുമ്പോൾ രാജി ആലോചിച്ചിട്ട് പോലുമില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. അത് ഒഫീഷ്യലി നടത്തിയ വാർത്താസമ്മേളനത്തിലല്ല, മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ സൂചനകളാണ് രാജി ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നത്. എന്നാൽ അല്പസമയം മുൻപ് രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. രാഹുലിന്റെ വാർത്താസമ്മേളനത്തിനായി മാധ്യമങ്ങൾ അവിടെ എത്തി, അടൂരിലെ വീട്ടിലെത്തി. പക്ഷേ പിന്നീട് ആ വാർത്താസമ്മേളനം റദ്ദാക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അത് നേതൃത്വം ഇടപെട്ട് റദ്ദാക്കി ആ വാർത്താസമ്മേളനം എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. കാരണം താൻ രാജിവെക്കാനിടയായ സാഹചര്യങ്ങൾ, തുടരെ വരുന്ന വെളിപ്പെടുത്തലുകൾ, ശബ്ദ സംഭാഷണങ്ങൾ, ഗർഭഛിദ്രം നടത്താൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന പല ശബ്ദ സംഭാഷണങ്ങളും പിന്നെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ അങ്ങനെ ഒരു വിശദീകരണം വേണ്ട എന്ന നിർദ്ദേശം നേതൃത്വം നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കണ്ട എന്ന ഒരു നിർദ്ദേശവും സന്ദേശവുമാണ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ആ വാർത്താ സമ്മേളനം റദ്ദായത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ഈ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത് എന്ന ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ മറുഭാഗം അത് വേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും ആരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന്റെ ഒരു തുടർച്ച വേണ്ട എന്ന് രാഹുലിന്റെ നേതൃത്വം ഉപദേശിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാജിയില്ല എന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ചെയ്തത്. രാഹുലിന്റെ രാജി ആവശ്യം ഒരു വിഭാഗം ശക്തമാക്കുമ്പോൾ അതിൽ ആടി ഉലയുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു മാതൃക സൃഷ്ടിക്കുന്ന തരത്തിൽ നടപടി ഉണ്ടാകും എന്നതാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ അധപതനം എന്ന് പറയുന്നത് രാഹുലിന്റെ മാത്രം കുറ്റമായല്ല കാണുന്നത്, വിലയിരുത്തപ്പെടുന്നത് നേതൃത്വത്തിന്റെ തന്നെ ഒരു വീഴ്ചയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ അധപതനത്തെ വിലയിരുത്തപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് VD സതീശനാണ്. കാരണം രാഹുലിന്റെ ചെയ്തികൾ അറിഞ്ഞിട്ടും ഇടപെട്ടില്ല. രാഹുലിനെ കുറിച്ചുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ട് റിനി VD സതീശനെയാണ് ആദ്യം ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെയാണ്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടും നടപടിയെടുത്തില്ല. മാത്രവുമല്ല, സ്ഥാനമാനങ്ങൾ നൽകി അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ ആരോപണം നേരിടുന്നത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും വിധം തന്നെ ഈ പ്രശ്നം വിലയിരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ ശക്തമായ വാക്കുകളോട് കൂടി തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ആ ഡാമേജ് കൺട്രോളിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഈ സംഭവം പുറത്തറിഞ്ഞ് 24 മണിക്കൂറിനകം ആ സ്ഥാനം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നത് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, കാര്യങ്ങൾ പരിശോധിച്ച് നടപടികൾ ഉണ്ടാകും എന്ന ഒരു സൂചനയും VD സതീശൻ നൽകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. മറ്റു പാർട്ടികളിൽ നിന്ന് വേറിട്ടതാണ് കോൺഗ്രസ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമാകും എന്നത് VD സതീശൻ ഒരു സന്ദേശം നൽകുമ്പോൾ അതെന്താണ്? അത് MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. വളരെ പ്രതീക്ഷകളോടുകൂടി അതിന് തയ്യാറെടുക്കുകയായിരുന്നു കോൺഗ്രസ്. ആ സമയത്താണ് ഇടുത്തി പോലെ ഈ വിവാദം കോൺഗ്രസിന് മേൽ പതിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടുക എന്നത് പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ കൂടി ആവശ്യമാണ്. മാത്രവുമല്ല, സ്ഥാനമാനങ്ങൾ നൽകിയിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ ഇനി ടീമിൽ വേണ്ട എന്നൊരു തീരുമാനം
വി.ഡി. സതീശൻ എടുത്തിരിക്കുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ വി.ഡി. സതീശൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയല്ല, രാഹുലിനെ കൈവിടേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഒളിവിലായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് പിടിതരാതെ ഇരിക്കുകയാണ് ഷാഫി പറമ്പിൽ. എന്നാൽ താൻ ഒളിവിൽ പോയിട്ടില്ല എന്നും രാജി ഒരു മാതൃകയാണെന്നും അതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല എന്ന സന്ദേശവുമാണ് ഷാഫി പറമ്പിൽ നിന്ന് നൽകിയത്. രാഹുലിന് വേണ്ടി വാദിക്കുന്ന ഷാഫി പറമ്പിലിനെ ഇന്നും കണ്ടു. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. അപ്പോ കരുത്തുറ്റ സംസ്ഥാന കോൺഗ്രസിലെ നേതൃത്വമായിരുന്നു വി.ഡി. സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ കൂട്ടുകെട്ട്. അത് രണ്ടായി പിരിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുലിന് വേണ്ടി ഷാഫി പറമ്പിൽ ശക്തിയുക്തം വാദിക്കുമ്പോൾ അങ്ങനെയില്ല എന്ന ഒരു നിലപാട് വി.ഡി. സതീശൻ എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിൽ പെട്ടുപോയിരിക്കുന്നത് KPCC ആണ് എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയിൽ രൂപപ്പെടുമ്പോൾ എവിടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് KPCC വന്നുപെട്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവരോട് സ്വീകരിച്ച നിലപാട് തുടരണം എന്ന വാദത്തിന് പാർട്ടിയിൽ ഒരു മേൽക്കൈയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നത് ഒരു ആശയക്കുഴപ്പമായി തന്നെ KPCC-യിൽ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ പറഞ്ഞത് ഈ വിഷയം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ചു. അതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. ആ രാജിയോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന ഒരു കാര്യമാണ് ദീപാദാസ് ചൂണ്ടിക്കാട്ടുന്നത്. അവരുടെ വാക്കുകൾ. And I think this chapter is over because he has resigned from the Youth Congress. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. We came to know from various media where some people are complaining. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress. It is not a legal battle, it is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. And I will ask now the other parties, they should also do the same way. He has not been removed, he has resigned. Even today also I spoke to the KPCC president. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. That chapter 2 days before is over. I will ask the opposition party to look into their party matters first and then tell about Congress. പരാതിയൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ദീപാദാസ് മുൻഷി ചൂണ്ടിക്കാട്ടുന്നത്. പരാതിയില്ലാഞ്ഞിട്ടും നടപടിയെടുത്തത് ഒരു ആ വിഷയത്തിലോടുള്ള സമീപനത്തിലോടുള്ള ഒരു മേൽക്കൈയായി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഇതൊരു അവസാന തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. വലിയ രീതിയിലുള്ള രാജിക്കായുള്ള മുറവിളി കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രതിപക്ഷം ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അതിശക്തമാക്കിയിരിക്കുന്നു. ഷാഫി പറമ്പിലിനെതിരെയും ആ പ്രതിഷേധം നീളുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. വടകരയിലാണ് ഇന്ന് ഷാഫി പറമ്പിൽ പങ്കെടുത്ത പരിപാടി നടന്നത്. അവിടേക്ക് CPM പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തുന്നത് കണ്ടു. ഒപ്പം തൃശൂരിലും വലിയ പ്രതിഷേധം നടന്നു. അവിടെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലാണ് തൃശൂരിലെ പ്രതിഷേധം നടന്നത്. അവിടെ തൊട്ടിൽ കെട്ടിയാണ് മഹിളാ മോർച്ച വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കാഴ്ചവെച്ചത്. എട്ടോളം സ്ത്രീകള് മാങ്കൂട്ടത്തിനെതിരെ വന്നു. എട്ടോളം സ്ത്രീകൾ തെളിവായിട്ട് വന്നു. എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ വടകരയിൽ നടന്നു പോകുന്ന ആളാണ് മാങ്കൂട്ടോ? ഷാഫിയുടെ വലകയാണ്. ഈ വടകര പ്രതിഷേധിക്കുകയാണ്. വടകര അങ്ങാടി മൊത്തം പ്രതിഷേധിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡർ അടക്കം. എന്നിട്ടും ഈ MP ഒരു ഉളുപ്പില്ലാണ്ട്
ഈ ടൗണിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാല് ഈ കേരളത്തിന് തന്നെ നാടകമാണ്, കേരളത്തിന് തന്നെ അപമാനമാണ്. ഇതിനെതിരെ വടകര ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, അത് ശക്തവും കൃത്യവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ന് പൊതു മാധ്യമ രംഗങ്ങളിലേക്ക് വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ MLA ആയിട്ട് തുടരാൻ അദ്ദേഹത്തിന് ഒരു അർഹതയുമില്ല. ഈ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് BJP ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ സമരത്തിന് ഇറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ രാജിവെക്കണം എന്നുള്ള പ്രസ്താവന അതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം ഒഴിഞ്ഞത്. ആ പദവിയല്ല, സംഘടനാപരമായിട്ടുള്ള പദവി എന്തുമായിക്കൊള്ളട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയിരിക്കുന്ന വ്യക്തി, അതായത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കുന്ന വ്യക്തിയെ പേറി നടക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനില്ല. ആ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു MLA പദവി രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും രണ്ട് അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ ഉടലെടുത്ത സ്ഥിതിക്ക് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാകുക. എന്തായാലും രാജി ആവശ്യം ഒരു പക്ഷം ശക്തമാക്കിയിരിക്കുകയാണ്, രാജി വേണ്ട എന്ന് മറുപക്ഷം പറയുന്നു. രണ്ട് കാര്യങ്ങളിലാണ് ഹൈക്കമാൻഡിൽ നിന്നും ഒരു തീരുമാനവും ഇടപെടലും വേണ്ടത്. അത് ഒന്ന്, ഈ MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തുടരണമോ എന്ന കാര്യത്തിലാണ്. രണ്ട്, പുതിയ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി ആര് വരണം എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അത് രണ്ടുമായി ബന്ധപ്പെട്ടാണ് മാതൃകാപരമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. ഇവിടെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുകയാണ്. അബിൻ വർക്കി വിഭാഗം ഇപ്പോൾ തന്നെ വലിയ ഭീഷണി ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. 40 പേർ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നല്ലാതെ മറ്റൊരു ആളെ പുറത്തുനിന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ 40 പേർ രാജിവെക്കും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ കേന്ദ്രീകരിച്ച്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലൊക്കെ നടന്നിരുന്നതാണ്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളായി അബിൻ വർക്കിയെ ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള പോസ്റ്റുകൾ അതിൽ വരികയും വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. ഇതിന് പിന്നിൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ്, താൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് തടയിടാനുള്ള നീക്കമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അബിൻ വർക്കി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അവർ നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഗ്രൂപ്പ് അടിസ്ഥാനമാക്കി നേതാക്കന്മാരും പിടിവലികൾ ശക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഈ വിഷയം കൈവിട്ടു പോകുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. KM അഭിജിത്തിനായാണ് A ഗ്രൂപ്പ് പിടിവലി നടത്തുന്നത്. ഒപ്പം തന്നെ വനിതയെ പരിഗണിക്കണമെന്ന ഒരാവശ്യം കൂടി സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനോട് അടുപ്പമുള്ള KC വേണുഗോപാൽ പക്ഷക്കാരിയായ അരിത ബാബുവിന് സാധ്യതയുണ്ട് തുടങ്ങിയ ചർച്ചകൾ കൂടി വരുന്നു. എന്തായാലും അതിനൊന്നും ഉള്ള സാധ്യത ഇല്ലാതാക്കുക എന്നതാണ് അബിൻ വർക്കിയും സംഘവും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വലിയ രാജ്യഭീഷണി ഉൾപ്പെടെ ഉയർത്തുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ രാഹുലിന്റെ ഈ രാജിയുമായി ബന്ധപ്പെട്ടും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് വരണമെന്നതുമായി ബന്ധപ്പെട്ടും രണ്ട് പ്രധാന വിഷയങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇതിൽ മാതൃകാപരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നതാണ് പാർട്ടിയെ ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതിൽ രണ്ടിലും ഏറ്റവും ഉതകുന്ന ശരിയായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ്. സ്ഥാനമാനങ്ങൾ നൽകിയിട്ടും പ്രൊമോഷനുകൾ നൽകിയിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും ഇങ്ങനെ പെരുമാറുന്ന യുവാക്കൾക്ക് ഇനി ഈ സംഘടനയിൽ, ഈ പാർട്ടിക്കുള്ളിൽ സ്ഥാനമില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിക്കപ്പെടില്ല എന്നൊരു സന്ദേശം നൽകുന്നതായിരിക്കണം പുതുതായി വരുന്ന തീരുമാനങ്ങൾ. അപ്പോൾ ആ സന്ദേശം നൽകാൻ ഉതകുന്ന തീരുമാനങ്ങൾ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകണം എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഇനി നിർണായകമാകുമെന്ന് ആണ് കരുതുന്നത്. രാഹുലിന്റെ നേതൃത്വത്തിൽ ഈ രണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കളങ്കം മാറ്റുന്ന തരത്തിലുള്ള തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള ഇടപെടലിലേക്ക്, രാഹുൽ ഗാന്ധിയിലൂടെ ഹൈക്കമാൻഡ് അത്തരമുള്ള ഇടപെടലിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ആടി ഉലയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. വലിയ സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് വലിയ വലിയ നീക്കങ്ങൾ കോൺഗ്രസിൽ നടക്കുകയാണ്.